ശ്രീ സതീഷ് വസന്ത്, ജന്മകാരിണി ഭാരതം, കർമ്മമേദിനി ഭാരതം, നാനാഭാഷകൾ അമൃതം ചൊരിയും നാവും പുഞ്ചിരിയും, നാനാദേശക്കാരുടെ നാനാവേഷത്തിനൊളിയും, വീരപുരാതന സംസ്കാരത്തിൽ വേരോടും മണ്ണും. പി ഭാസ്കരൻ മാസ്റ്ററുടെ സുന്ദരമായ വരികളാണ്. ഇത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ആകാശവാണിയിൽ നിരന്തരം കൃത്യമായി തന്നെ പ്രചരിപ്പിച്ചതാണ്. ഇന്നും ആർക്കൈവ്സിൽ അതുണ്ട്. ഇനി സാരേ ജഹാംസെ അച്ച, ഇന്ന് സ്വന്തമായൊരു ഗണഗതില്ലാത്തതുകൊണ്ടായിരിക്കാം, എന്തായാലും സാരേ ജഹാംസെ അച്ച അവർ അംഗീകരിക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐക്കാർ പ്രതിഷേധ സൂചകമായിട്ട് പാടിയ പാട്ടാണത്. ഈ സാരേ ജഹാംസെ അച്ച എന്നതിൻ്റെ അടുത്ത വരി ഹിന്ദുസ്ഥാൻ ഹമാരാ ഹെ. സതീഷ് വസന്ത്, ആരാണ് ഹിന്ദുസ്ഥാൻ ഹമാര എന്നുള്ള പാട്ടിനെ നമ്മൾ വിമർശിക്കുന്നത്? ഞാൻ ആദ്യമേ ഇതിൽ തുടക്കത്തിലേ പറഞ്ഞു, നമ്മൾ എവിടെ എങ്ങനെ അത് പ്രചരിപ്പിക്കുന്നു അതിൻ്റെ ദോഷവശമാണ്. ഇപ്പം ബഹുമാനപ്പെട്ട മധുസാർ പറയുന്നത് കേട്ടല്ലോ, അദ്ദേഹം പറഞ്ഞിട്ട് RSSൻ്റെയും BJPയുടെയും ആ ലൈനിൽ ഇല്ലാത്തവരൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിക്കൊള്ളാനാണ് അദ്ദേഹം പറയുന്നത്. അതാണ് ശരി. അദ്ദേഹം പറയുന്ന ധ്വനി അവസാനം വന്ന് വെച്ചിരിക്കുന്നതാണ്. കാര്യം അവർ പറയുന്ന ഡ്രസ്സ്, അവർ പറയുന്ന ഇത് ഭക്ഷണം, അവർ പറയുന്ന രീതിയിൽ, അവർ പറയുന്ന പാട്ടുകൾ, അവർ പറയുന്ന ദേശീയഗാനം, ഇതൊക്കെ അനുസരിച്ചാലേ ഇന്ത്യക്കകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് എവിടത്തെ ന്യായം സാറേ? ഞാൻ ഒരു കാര്യം പറ്റി, സാറ് നേരത്തെ പറഞ്ഞല്ലോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്താണ് നിങ്ങളത്? ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമ്മൾ എതിർക്കുന്നത് ഇതുകൊണ്ടാണെന്നേ. നിങ്ങൾ കൊണ്ടുവരണമെന്ന് വെച്ചാൽ ഇന്ത്യക്കകത്ത് സ്വാതന്ത്ര്യം എല്ലാം വാങ്ങിച്ചു തന്നത് നിങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലമാണെന്ന്. BJPയുടെ പ്രയത്നത്തിൻ്റെ ഫലത്തിൽ, അല്ലെങ്കിൽ RSSൻ്റെ പ്രയത്നം. നിങ്ങൾ 100 വർഷം ആയിക്കോട്ടെ, ആക്കാ കുഴപ്പം, അത് നിങ്ങളുടെ സംഘടനയിലായിക്കോട്ടെ. നിങ്ങളുടെ സംഘടനയിൽ പാടുകയോ ഏത് പാട്ട് പാടുകയാണെങ്കിൽ നമുക്കൊന്നും പ്രശ്നമില്ലെന്നേ. അത് പൊതു ഇതിൽ വരുമ്പോൾ പ്രശ്നത്തില്ല. ഇപ്പം സാറ് പറയാനായിട്ടു ഇപ്പം സിനിമാ പാട്ട്, ഇപ്പം കൊടുത്തിട്ടുള്ള വേടൻ്റെ പാട്ടും ഇന്നലെ ഈ നമ്മളെ ട്രെയിനിൽ പാടിയതായിട്ട് ഒരു കോമ്പിനേഷൻ കൊടുക്കണം. അതെങ്ങനെയാണ് രണ്ടും പറഞ്ഞത്? അത് ടാക്സ് കൊടുത്തല്ലുണ്ട്. നോക്കൂ, അത് കൊടുത്തതെന്ന് വെച്ചാൽ ഒരു ജൂറി കൊടുത്തിട്ടുള്ളതാണ്. ആ ജൂറി തിരഞ്ഞെടുക്കുന്ന ഗാനമാണ്. അതുപോലെ തന്നെ വന്ദേ ഭാരത് ജൂറി തിരഞ്ഞെടുക്കാനാണോ? ഇതെന്താണ് സാറേ? സാറ് ആ ഒരു ബന്ധം ഇത് അഭേദ്യമായ ബന്ധമില്ലാത്ത കാര്യങ്ങൾ ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നത് ഇന്ത്യക്കകത്ത്. ഞാൻ പറയുന്നത്, ഞാൻ പൊളിറ്റിക്കൽ സയൻസാണ് പഠിച്ചിട്ടുള്ളത്. അത് ആ കാലഘട്ടത്തിലൊന്നും സ്വാതന്ത്ര്യദിനമായിട്ട് ബന്ധപ്പെട്ട് BJPക്കോ RSSനോ ഒരു ബന്ധവും ഞാൻ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടില്ല. പിന്നെ പുതിയ യുവാക്കൾ, അല്ലെങ്കിൽ പുതിയ നമ്മളെ യുവാക്കൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഇവർ പഠിപ്പിച്ചെടുക്കുകയെന്ന് വെച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചതെല്ലാം BJPയും RSSും ആണെന്നുള്ള നിങ്ങൾ ഈ പറയുന്ന ഒരു കാര്യം ഇതിനകത്തില്ല. എന്റെ ഭാരതം നന്നാവണം, എന്റെ ഭാരതം മുന്നോട്ട് കുതിക്കണം, ഇത് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ സ്വാതന്ത്ര്യ സമരവും അതിന്റെ ഭാഗവും ഒക്കെ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. സംഘശാഖയിൽ എന്ന് പറഞ്ഞൊരു ആളുണ്ടാവും. സംഘമണ്ഡല എന്ന് പറയുമ്പോ ഉള്ള എല്ലാരും ചേർന്ന് കയ്യങ്ങ് പിടിക്കും. എല്ലാരും അതിനപ്പുറത്തേക്ക് തൊട്ടടുത്തുള്ള ആളുടെ ബാക്ക്ഗ്രൗണ്ടോ അയാളുടെ ജാതിയോ മതമോ ഒന്നും തന്നെ അവിടെ അന്വേഷിക്കത്തില്ല. നിശബ്ദമായ ഒരു വിപ്ലവം, നിശബ്ദമായ ഒരു സമാജ പരിവർത്തനം ഉണ്ടായിട്ടുണ്ട്. അത് സ്വാതന്ത്ര്യ സമരത്തിലും പ്രതിഫലിച്ചിട്ടുണ്ട്. പിന്നെ പുന്നപ്ര വയലാറൊക്കെ നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. സമയക്കുറവുകൊണ്ട് മാത്രം ഞാൻ അതിലേക്ക് വരുന്നില്ല. അങ്ങനെ പോയിന്റ് കൃത്യമാണ്. ക്ഷേത്രങ്ങളിൽ പണ്ട് സാംബശിവൻ, കൊല്ലം ബാബു ഒക്കെ കഥാപ്രസംഗം നടത്തുമ്പോഴത്തേക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുമെന്നല്ലോ. അന്നൊന്നും ഇത് ജാതിയിലോ മതത്തിലോ ഒന്നും ആരും നോക്കിയിട്ടില്ല. അത് ചോദ്യം ആർക്കാണ് പ്രശ്നം എന്നതാണ് ചോദ്യം. ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത് ഈ പ്രശ്നം ഞാൻ പറയട്ടെ, ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വെടിയേറ്റ് കൊന്ന ആളെ നിങ്ങൾ മഹത്വവൽക്കരിക്കുന്നു. മഹാത്മാഗാന്ധിയെ രാവിലെ ഏകാത്മമാനവ സ്തോത്രം പാടുന്ന ആൾക്കാരാണ് ഈ RSS. അതിനകത്ത് മഹാത്മാഗാന്ധി ഉണ്ട്, ചരിത്ര പുരുഷന്മാർ മുഴുവനുണ്ട്, ഡോക്ടർ അംബേദ്കർ ഉണ്ട്. ഒരു നിമിഷം, ഞാൻ ഒന്ന് ഇടപെടുകയാണ്.